വയനാട് ചൂരൽമലയിൽ ശക്തമായ മഴ. മുണ്ടക്കൈ അട്ടമല റോഡ് വെള്ളത്തിൽ മുങ്ങി. ആഷിഖ് റഹ്മാൻ ചേരുന്നു വിവരങ്ങളുമായി. ആഷിഖ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? അവിടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് സ്ഥിതി? യെല്ലോ അലർട്ട് ആണ്, പക്ഷെ അതേസമയം തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ചൂരൽമലയിലും ശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ചൂരൽമലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള മണ്ണും കല്ലുകളെല്ലാം മാറ്റുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ ശക്തമായ മഴയിൽ ആ മണ്ണും എല്ലാം കുത്തി ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ വലിയ കുത്തൊഴുക്ക് ഇപ്പോൾ പുന്നപ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. മുണ്ടക്കൈ അട്ടമല റോഡ് ഇപ്പോൾ ഈ ശക്തമായ മഴയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഡെയിലിപ്പാലത്തിന് ഉയരത്തിൽ വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ പുന്നപ്പൈ അട്ടമലയും മുണ്ടക്കൈയിലും പോകുന്ന ഭാഗത്തെ റോഡ് പൂർണ്ണമായും വെള്ളത്താൽ നിറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് അത്തരത്തിൽ അവിടെ പരന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ അവിടെ റോഡ് വൃത്തിയാക്കാൻ വേണ്ടി സൈഡിലേക്ക് കൂട്ടിയിട്ട മണ്ണാണ്. അതാണ് ഇപ്പോൾ കുത്തിയൊലിച്ച് റോഡിന്റെ ഇരുഭാഗത്തേക്കുമായി ഒലിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴയാണ്. വെള്ളത്തിന്റെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അവിടെയുള്ള വെള്ളാർമല സ്കൂളിന്റെ താഴ്ഭാഗത്തുള്ള കെട്ടിടത്തിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉയർന്നതും ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ മഴ ഇന്നലെ രാത്രിയിലും പെയ്തു, തുടർന്ന് ഇന്ന് രാവിലെയും പെയ്തു. അതിനാലാണ് ഇത്തരത്തിൽ വലിയൊരു കുത്തൊഴുക്ക് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഈ പുഴ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തു വെച്ച മണ്ണ് ഇത്തരത്തിൽ വലിയ മഴ വന്നതിനാൽ തന്നെ പുഴയിലേക്ക് വീഴുകയായിരുന്നു. അതാണ് ഇത്തരത്തിൽ വലിയ മണ്ണ് വീണ് കുത്തൊഴുക്ക് വരാൻ കാരണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. മറ്റ് കാരണങ്ങളൊന്നും ഇതിൽ ഉരുൾപൊട്ടലോ മറ്റു കാരണങ്ങളോ ഇല്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടൽ വന്നതിനെ പിന്നെ ശക്തമായ ആ നിരീക്ഷണം ജില്ലാ ഭരണകൂടം പുലർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സംശയമുണ്ടെങ്കിൽ പോലും അതൊരു മണ്ണിടിച്ചിലാണെന്നൊരു കാര്യമായിരുന്നു സ്ഥിരീകരിച്ചത്. അതിനാൽ തന്നെ ശക്തമായ നിരീക്ഷണം നിലവിൽ ജില്ലാ ഭരണകൂടം അവിടെ പുലർത്തുന്നുണ്ട്. എന്തായാലും വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചൂരൽമല നിവാസികളെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മുണ്ടക്കൈ അട്ടമല റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യം. അത് ശക്തമായ മഴ ഇന്നലെ രാത്രിയും വലിയ രീതിയിൽ മഴ പെയ്തു, ഇന്ന് രാവിലെയും മഴ പെയ്തു. യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും അതിനെ മറികടക്കുന്ന രീതിയിൽ ശക്തമായ മഴയാണ് പെയ്തത്. അതിനാലാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്ന രീതിയിലേക്ക് എത്തിയത്. അതേസമയം തന്നെ ചൂരൽമല ടൗണിലേക്ക് വെള്ളം നിലവിൽ കയറിയിട്ടില്ല. ഒരുപക്ഷെ ഈ മഴ തുടർന്നു കഴിഞ്ഞാൽ ചൂരൽമല ടൗണിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും പ്രദേശവാസികളടക്കം വലിയ ആശങ്കയിലാണ് നിലവിൽ അവിടെ ഉള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മണ്ണടക്കം ഈ പുഴ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തുവെച്ച മണ്ണും കല്ലുമെല്ലാം ഇത്തരത്തിൽ പുഴയിലേക്ക് വീഴുകയും അത് ഒലിച്ച് റോഡിന്റെ അടക്കം പല ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. അതൊരു പക്ഷേ ഉരുൾപൊട്ടലിന് പണ്ടത്തെ ആ ദൃശ്യം ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ മണ്ണ് ഒലിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ അത് റോഡ് പുഴ വൃത്തിയാക്കാൻ വേണ്ടി രണ്ടു വശത്തും കൂട്ടിയിട്ട മണ്ണ് കുത്തിയൊലിച്ച് ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് വീണതാണ് ഇത്തരത്തിൽ വലിയൊരു മണ്ണ് കുത്തിയൊലിച്ച് വരാനുള്ള കാരണമായി എന്തായാലും ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയുണ്ട്. എന്തായാലും മഴ കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചൂരൽമല ടൗണിലും മറ്റു പ്രദേശങ്ങളിലും അടക്കം വെള്ളം കയറാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ലക്ഷ്മിപത്മ. ആഷിഖ്, വയനാട് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിലെ സ്ഥിതി എന്താണ്? ജില്ലയിൽ ആകെ ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുകയാണോ? മറ്റ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങൾ അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ അവിടെ? നിലവിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. ഇന്ന് ആകെ ജില്ലാ ഭരണകൂടത്തിന്റെ വന്ന ഒരു അറിയിപ്പ് എണ്ണൂര് എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് അടച്ചിടാനുള്ള നിർദ്ദേശം മാത്രമാണ് നൽകിയത്. ഇപ്പോൾ കൽപ്പറ്റ ടൗണിലേക്കടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വൈത്തിരി, പടിഞ്ഞാറത്തറ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലാണ്. അവിടെയും ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ആരെയും ക്യാമ്പിലേക്കോ മറ്റോ മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതിനാൽ തന്നെ അത്തരം നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങുകയോ ഏതെങ്കിലും വലിയ അപകടങ്ങളോ മരം വീണുള്ള അപകടങ്ങളോ ഒന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തില്ല. ശക്തമായ മഴയുണ്ട്. അത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അത് ഇന്ന് രാവിലെയും ശക്തമായി തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് യെല്ലോ അലർട്ടിനെ മറികടക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു റെഡ് അലർട്ടിൽ പോലും ഇത്രയ്ക്ക് മഴ ജില്ലയിൽ പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി പെയ്ത മഴ ഇപ്പോഴും വലിയ രീതിയിൽ ജില്ലയിൽ പെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ വലിയ രീതിയിൽ വെള്ളം കയറാനുള്ള ഒരു കാരണമായി ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. എന്തായാലും ചൂരൽമലയാണ് ഏറ്റവും പ്രധാനം. അവിടെ അതിന് സമീപമുള്ള മേപ്പാടിയിലെയും വിവിധ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മഴ പെയ്യുന്നുണ്ട്. അത് ഒരു വലിയ തീവ്രമായ മഴ തന്നെ എന്ന് പറയേണ്ടി വരും. അതാണ് ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ടിനും കാരണമായിട്ടുള്ളത്. എന്തായാലും ഈ ചൂരൽമലയിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അവിടെ ഈ സ്കൂൾ റോഡ് ആ ഭാഗത്തേക്ക് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചൂരൽമല ടൗണിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും മുണ്ടക്കൈ അട്ടമല റോഡ് പൂർണ്ണമായും മുങ്ങുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ നിന്ന് നിലവിൽ ആളുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. കാരണം ഈ ബെയിലിപ്പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അട്ടമലയിലേക്കും മുണ്ടയിലേക്കും പോകാനുള്ള വഴിയാണ്. അവിടെ ആ റോഡിലേക്ക് വെള്ളം കരകവിഞ്ഞ് ഒഴുകിയിട്ടുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ ആളുകൾക്ക് നിലവിൽ അട്ടമലയിലേക്കോ മുണ്ടക്കൈയിലേക്കോ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. അതേസമയം തന്നെ
ബെയിലി പാലത്തിന്റെ ആ ഒരു ഉയരത്തിലേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വെള്ളം പരന്നൊഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പരന്നൊഴുകി ആ റോഡിൽ മുണ്ടക്കൈ അട്ടമല റോഡിലേക്ക് പൂർണ്ണമായും പരന്നൊഴുകിക്കൊണ്ടാണ് നിലവിൽ ഈ വെള്ളം പോകുന്നത്. അത് പുന്നപ്പുഴ ഇത്തരത്തിൽ നേരത്തെ തന്നെ വലിയ രീതിയിൽ കുത്തൊഴുക്കുള്ള ഒരു പ്രദേശമാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ മഴയിലും വലിയ രീതിയിൽ കുത്തൊഴുക്ക് അവിടെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഇന്നത്തെ സാഹചര്യം ഈ വലിയ രീതിയിൽ നിരീക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ തന്നെ ഉരുൾപൊട്ടിയതിൽ തന്നെ വലിയ നിരീക്ഷണം ജില്ലാ ഭരണകൂടം അവിടെ പുലർത്തുന്നുണ്ട്. എന്തായാലും യെല്ലോ അലർട്ടിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു മഴയാണ് അവിടെ പെയ്തതെന്ന് പറയേണ്ടി വരും. നേരത്തെ തന്നെ വൈത്തിരി പ്രദേശങ്ങളിലും കൽപ്പറ്റ ഈ പടിഞ്ഞാറത്തറ അടുത്തുള്ള മലയോര പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തെങ്കിൽ ഇന്നിപ്പോൾ ചൂരൽമലയിൽ അത് ഇന്നലെ രാത്രിയാണ് ഈ മഴ പെയ്ത് തുടങ്ങിയത്. അത് ശക്തമായ മഴ എന്ന് പറയേണ്ടി വരും. ഇടവിട്ട് നിർത്താതെ പെയ്യുന്ന ഒരു മഴയാണ് അത് പെയ്തത്. തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ശക്തമാവുകയും ഈ പുഴ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടേക്ക് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകൾ എത്തി ഒരുപക്ഷെ അതിനൊരു സുരക്ഷാ സംവിധാനങ്ങളടക്കം ഒരുക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രദേശമാണ്.